എന്താടാ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ. സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ രാത്രി. അപ്പം എനിക്ക് ഒരു വല്ലാതെ വെപ്രാളം പോലെ വന്നു. അപ്പൊ 11 മണിക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നെ യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നുമില്ലടാ. നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ. പൃഥ്വിരാജ് അറിഞ്ഞ് പൃഥ്വിരാജ് അതായത് ഈ ഞാൻ കേസ് കൊടുത്ത സമയത്ത് ഞാൻ ആദ്യം ഫെബ്കേനെയാണ് കഴിഞ്ഞത്. പക്ഷെ ഫെബ്കേന്ന് എനിക്കൊരു നടപടി ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം. താൻ ധൈര്യമായിട്ട് പൊക്കും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ, ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. എനിക്കിഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ദൈവം പിന്നെ തരാമെന്ന് പറഞ്ഞ് അവധി വെച്ചിരുന്നു. ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷാ. ചെയ്ത ജോലിക്ക് അപ്പൊ കിട്ടും. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. ഡീസന്റ് ജെന്റിൽമാൻസ് വായിൽ വരലിട്ടാ പോലും കടിക്കൂല. എനിക്ക് അപ്പോഴേ തോന്നി ഇതിങ്ങനെ തീരുമെന്ന്. പൃഥ്വിയുടെ നിയന്ത്രണത്തിലുള്ള വർക്ക് സ്പേസിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് അതിഗുരുതരമായ ആരോപണം. എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവൂല്ലേ? പൃഥ്വിരാജ് ഇൻഫോംഡ് ആയിരുന്നില്ലേ? അങ്ങനെ ഇൻഫോംഡ് ആയെങ്കിൽ പൃഥ്വിരാജ് എന്ത് നടപടി കൈക്കൊണ്ടു? എന്തിനു വീണ്ടും തുടർന്നുള്ള പ്രോജക്റ്റുകളിൽ ഒപ്പമുള്ള സുഹൃത്തിനെ ഉൾപ്പെടുത്തി? ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. അപ്പൊ ഞാൻ പോട്ടെ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ.